ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയണത് അങ്ങനെ നമ്മുടെ സുചിത്രയുടെയും അതുപോലെ തന്നെ വിനോദിൻ്റെയും വിവാഹ നിശ്ചയത്തിൻ്റെ ആ ഒരു മുഹൂർത്തം അതുപോലെ തന്നെ ജാതകമൊക്കെ നോക്കണ കൈലാസാണ് കേട്ടോ. കൈലാസ് നോക്കുന്നത് കൊണ്ട് തന്നെ സുചിത്രയ്ക്ക് എല്ലാം കൂട്ടി കൺഫ്യൂഷൻ ആവാണ്. സുചിത്ര പറയുന്നുണ്ട് അയാൾക്ക് എന്നോടും ഇഷിതേച്ചിടത്തും ഭയങ്കര പകയാണ്, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കില്ല എന്ന് തന്നെ അയാൾ പറയുള്ളൂ, ജാതകം ചേരില്ലെന്ന് തന്നെ അയാൾ പറയുള്ളൂ, ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് സുചിത്ര ആകെ വിഷമിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഇഷിതയുടെയും മഹേഷിൻ്റെ വീഡിയോ വൈറലാവണത്. അത് കാണുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഈശ്വര അടുത്ത വഴക്കിനുള്ള പ്രശ്നങ്ങൾക്കുള്ള എല്ലാം തികഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇഷിത ആകെ ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇഷിത നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. മഹേഷിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ള ടെൻഷനാണ്. പക്ഷേ മഹേഷ് നല്ല കൂളായിട്ടൊക്കെ തന്നെ ഇരിക്കണം. ആഹാ, താൻ വന്നല്ലോ, എന്താണ് താൻ ഇന്ന് ലേറ്റായി പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. കുറച്ച് ലേറ്റായി പോയി എന്ന് ഇഷിത പറയുന്നുണ്ട്. മഹേഷിൻ്റെ വായനൊന്നും കേൾക്കുന്നില്ലല്ലോ, ഇനി മഹേഷ് ആ വീഡിയോ കണ്ടില്ലേ എന്നൊക്കെയാണ് കേട്ടോ ഇഷിതയുടെ സംശയം. മഹേഷ് എന്താടോ, അല്ല മഹേഷ് എന്തിനും വീഡിയോ എന്തിനും കണ്ടിരുന്നോ? വീഡിയോ? എന്ത് വീഡിയോ? അല്ല, നമ്മളിന്ന് ടയർ മാറ്റുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് നമ്മുടെ വീഡിയോ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ, ആ വീഡിയോ എന്തെങ്കിലും മഹേഷ് കണ്ടിരുന്നു? ഓ അതാണോ? അത് ഞാൻ അപ്പോഴേ കണ്ടിരുന്നു, രാവിലെ വിവേക് എന്നെ കാണിച്ചായിരുന്നു, ഞാനതൊരു തമാശയായിട്ട് എടുത്തുള്ളൂ. എന്താ താൻ പേടിച്ചു പോയോ? ഇതിൻ്റെ പേര് ഞാൻ തന്നെ വഴക്ക് പറയുമെന്നോ തന്നെ കുറ്റപ്പെടുത്തോന്നോ അല്ലെങ്കിൽ നാണം കെടുത്തോന്നോ എന്തെങ്കിലുമൊക്കെ താൻ വിചാരിച്ചോ? അത് കാണുമ്പോൾ ആർക്കാലും ഒരു ദേഷ്യം വരുമല്ലോ, കമൻസൊക്കെ കാണുമ്പോൾ ദേഷ്യം വരില്ല. മഹേഷിനെ ചെറുതാക്കിയിട്ടാണല്ലോ ചെയ്തത്, ഞാനതിനെതിരെ പരാതി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സാണ് പറഞ്ഞത്, അങ്ങനെ പരാതി ഇതിനും കൊടുത്താൽ അതും അയാൾ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ട് നാണം കെടുത്തോന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ പുറകെ പോവാത്തത്. അതേതായാലും നന്നായി ഇഷിത. ഇങ്ങനെയുള്ളവർക്ക് നമ്മളങ്ങനെ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയെത്രയോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത്, അത് സാരമൊന്നുമില്ല. എന്തായാലും താനും ഞാനിപ്പോൾ ഫേമസ് ആയല്ലോ എന്നിങ്ങനെ പറയാണ് മഹേഷ്. ഇഷിതൊക്കെ അപ്പോൾ ചിരി വരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ അവിടെ സോൾവ് ആയി. അതേസമയം നമ്മുടെ ചിപ്പിയാണെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണ്. ആദ്യനെ കൂട്ടിക്കൊണ്ട് ഇന്ന് സ്കൂളിലാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ആകാശും രചനയും ഒരുമിച്ചാണ് കേട്ടോ. ആകാശ് രചനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ചിപ്പിനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കണം, അതിൽ തൻ്റെ അഭിനയമാണ് വേണ്ടത്, താൻ തകർത്ത് അഭിനയിക്കണം. അഭിനയിക്കാനോ? എനിക്ക് അവളുടെ സ്നേഹം, അതെ ആ സ്നേഹം താൻ പ്രകടിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഞാൻ തീർച്ചയായിട്ടും ഇന്ന് അവളുടെ മുമ്പിൽ എല്ലാ സ്നേഹവും പ്രകടിപ്പിക്കും എന്ന് രചനയും പറയുകയാണ്. അങ്ങനെ രചന ചിപ്പിനെ കാണാൻ വേണ്ടി സ്കൂളിലെ വരാന്തയിൽ കൂടി പോകുമ്പോഴേക്കും അവിടെ ചിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ചക്കിയും സൂരജും കൂടി ഒരുമിച്ച് ഇങ്ങനെ നടന്നു വരും കേട്ടോ. മോളെ ചിപ്പി എന്ന് പറഞ്ഞ് രചന വിളിക്കുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും ചക്കി പറയുന്നുണ്ട്, ദേ നിൻ്റെ മമ്മി വന്നല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. ചിപ്പിക്കാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ല രചനയുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. പക്ഷേ രചന ചിപ്പിയെടുത്ത്, മോളെ ചിപ്പി, മോളെ കാണാതെ അമ്മ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വിഷമിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ രചന എല്ലാ ദിവസവും ചിപ്പിനെ കാണാൻ വേണ്ടി വരും കേട്ടോ. നാളെ വരുന്നുണ്ട്, അതുപോലെ തന്നെ അടുത്തത് മറ്റന്നാൾ വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴൊക്കെ അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചിപ്പീനെയും കാണാമല്ലോ. അങ്ങനെ ചിപ്പിയുടെ അടുത്ത് രചന പറയുന്നുണ്ട്, മോളെ ചിപ്പി, നിനക്കൊരു കാര്യം അറിയാവോ, നിൻ്റെ ചേട്ടനുണ്ടല്ലോ ആദി, നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മോളെ കടന്നു പോകുന്നത്. അവന് നീയില്ലാതെ പറ്റുന്നില്ലെന്നാണ് പറയണത്. പഠിക്കാനിരിക്കുമ്പോഴൊക്കെ നിൻ്റെ മുഖം ഓർമ്മ വരുന്നതാണ് അവൻ പറഞ്ഞത്. മോളെ നീ കൂടി ഉണ്ടെങ്കിൽ അവൻ എത്ര സന്തോഷമാവെന്നറിയാവോ? സത്യം പറഞ്ഞാൽ അവനൊരു മാനസിക പ്രശ്നമുണ്ട് മോളെ, നീയാണ് അതിനുള്ള മരുന്ന്. നീ വരികയാണെങ്കിൽ ആദി സുഖമായിട്ടും അതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കും, നിനക്കും അങ്ങനെ ആവാലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചിപ്പിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുകയാണ് രചന. ആദിയുടെ പേരും പറഞ്ഞ് ആദിക്ക് സുഖമില്ല, അങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിപ്പീനെ നേടിയെടുക്കാൻ വേണ്ടി നോക്കാട്ടെ രചന. ആദിയുടെ കാര്യം പറയുമ്പോഴേക്കും ചിപ്പിക്കും ചില വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇനി രചന പറഞ്ഞതൊക്കെ സത്യമാണോ എന്നൊക്കെ രീതിയിൽ ചിപ്പി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രചന ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുക കേട്ടോ. ചിപ്പി കണ്ണ് തുറച്ചെടുക്കണ്ട, അമ്മ വിഷമിക്കേണ്ട, ഞാൻ വരാം പറയാണ്. മോള് തീർച്ചയായിട്ടും വരും. അതെ വരും, പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് വരത്തില്ല, ആദിച്ചേട്ടനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ അവിടെ ഇഷിത വരുന്നുണ്ട് കേട്ടോ. ഇഷിത വരുമ്പോൾ ചിപ്പി ഓടിപ്പോയിട്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസവും രചന വരുന്നുണ്ട്. പിറ്റേ ദിവസം വരുമ്പോഴേക്കും രചന ചിപ്പിനെ ഒരുപാട് വിഷം കുത്തി വെക്കാൻ വേണ്ടിയിട്ടോ വരുന്നത്. ചിപ്പി എടുത്ത് പറയുന്നുണ്ട്, മോളെ ചിപ്പി, ഇഷിത നിൻ്റെ അച്ഛൻ്റെ, അതായത് നിൻ്റെ ഡാഡിയുടെ ഭാര്യ മാത്രമാണ്, നിൻ്റെ അമ്മയല്ല. നിൻ്റെ അമ്മ ഞാനാണ്. എനിക്ക് മാത്രമേ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ ഇഷിതയ്ക്കല്ല. അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണ് നിന്നെ സ്നേഹിക്കണത്.
നാളെ ഒരിക്കൽ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും അവൾ അവളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ മാത്രമേ സ്നേഹിക്കുള്ളൂ, ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല മോളെ എന്നൊക്കെ പറയാണ്. അതും ചിപ്പിയുടെ മനസ്സിൽ വല്ലാതെ കൊള്ളുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദിക്ക് സന്തോഷമാവാണ്. പോരട്ടെ പോരട്ടെ, ചിപ്പി വീട്ടിലേക്ക് പോരട്ടെ എന്ന രീതിയിലാണ് ആദ്യം അവിടെ നിൽക്കണത്. അങ്ങനെ ചിപ്പിയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട് കേട്ടോ. അങ്ങനെ രചന പറയുന്നുണ്ട്, മോളെ വിഷമിക്കൊന്നും വേണ്ട, മോൾക്ക് എപ്പോൾ എന്നെ കാണാൻ തോന്നുന്നു അപ്പോൾ ആദിച്ചേട്ടനോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, അതിനുശേഷം നിന്നെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി തിരിച്ച് മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് ആക്കാം എന്ന് പറയുന്നുണ്ട്. ചിപ്പി ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രചന ചിപ്പിനെ കൊണ്ടിട്ട് ആകാശിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ശേഷം തിരിച്ച് ഒന്നും അറിയാത്ത പോലെ ചിപ്പിയുടെ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് ചിപ്പിനെ കൊണ്ടേ ആക്കുന്നുണ്ട്. ചിപ്പിയുടെ ഈ ഒരു ചെറിയൊരു മാറ്റം ഇഷിതനെ വല്ലാതെ തളർന്നു കേട്ടോ. ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട്, രചന കളി തുടങ്ങി, ആദ്യനെ വെച്ചിട്ട് ചിപ്പീനെ സ്വന്തമാക്കാൻ വേണ്ടി അവൾ നോക്കണത് എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതെനിക്കറിയാം അവൾ അങ്ങനെ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ചിപ്പിനെ വെച്ച് ആദ്യം നമുക്ക് സ്വന്തമാക്കണമെന്ന്. അതിന് കുറച്ച് സമയം വേണം മഹേഷ് എന്ന് പറയുമ്പോഴേക്കും, പക്ഷേ അതിന് മുമ്പ് അവൾ നമ്മുടെ ചിപ്പിനെ സ്വന്തമാക്കരുത്, അത് താൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ഇഷിതയും പറയാണ്. അങ്ങനെ ആദിനെ നേടാൻ വേണ്ടി ഇഷിതയും ചിപ്പിനെ നേടാൻ വേണ്ടി രചനയും വല്ലാത്ത രീതിയിലൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ മനസ്സുനിനെയാണ്. മനസ്സുനി ലയയും കൂടി ചേർന്നിട്ട് നമ്മുടെ അഷിതേനെ എങ്ങനെയൊക്കെ പുറത്താക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം അഷിതനെ മഹേശ്വർ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷിതേനെ അത് ബാധിക്കുമല്ലോ, ഇഷിതക്ക് അത് വല്ലാത്തൊരു ക്ഷീണമാവുമല്ലോ. അതുകൊണ്ട് തന്നെ മനസ്സിന് പറയണ്ടേ, ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അഷിത അവളെ എങ്ങനെയെങ്കിലൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, എൻ്റെ മോനെ കൊണ്ട് അവളെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം, ശേഷം എൻ്റെ മോനെ വേറെ നല്ല പെണ്ണെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ മനസ്സിന് പറയാണ്. ലയ പറയുന്നുണ്ട്, അത് നല്ലൊരു ആലോചനയാണേ. പക്ഷേ സൂരജിനെ ഞാൻ അവളുടെ കൂടെ വിടില്ല, സൂരജ് ഇവിടെ വേണം. ഇപ്പം ഇവിടെ ആകെയുള്ളൊരു എൻ്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞത് സൂരജാണല്ലോ. നിനക്കിപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ആകോ ഇല്ലയോ എന്നും പോലും അറിയില്ല. അപ്പം അതുകൊണ്ട് ഈ കുടുംബത്തിൽ അനന്തരാവകാശം എന്ന് പറഞ്ഞ സൂരജാണ്. അവനെ ഞാൻ ഒരിക്കലും അഷിതക്ക് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് അവളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് മഹേശ്വറിനെ വേറൊരു പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണെന്ന് നമ്മുടെ ലയയും പറയുവാട്ടോ. ഇത് കേട്ട് മാധവ് പറയുന്നുണ്ട്, കൊള്ളാമേ, നല്ല ബുദ്ധി, അമ്മ ഇങ്ങനെ തന്നെ തീരുമാനിക്കണം കേട്ടോ. ഏട്ടനെങ്ങാനും മേഡത്തിനെ ഡിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അമ്മ ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ ഇവളെയും ഡിവേഴ്സ് ചെയ്യും. എടാ നീ എന്തൊക്കെയാണ് മാധവ് ഈ പറയണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണമ്മേ. ഏട്ടത്തിനെ ഡിവേഴ്സ് ചെയ്ത് ഞാൻ ഇവളെ ഡിവേഴ്സ് ചെയ്യും. ഇവളെ ഡിവേഴ്സ് ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇവൾക്ക് മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ഡോക്ടർ എഴുതി തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും, പക്ഷേ ഏട്ടന് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ഉറപ്പിച്ചോ, ഏടത്തിനെ ഉപേക്ഷിക്കാൻ ഞാൻ ഇവളെയും ഉപേക്ഷിക്കും. ഇവളെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിർത്തുന്നില്ല, ഇവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിനെനിക്ക് ഭ്രാന്ത് പിടിക്കാട്ടോ. ഈശ്വരാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റി, എൻ്റെ പ്ലാൻ എല്ലാം തകർക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരുത്ത മതിയല്ല വീട്ടിൽ എന്നൊക്കെ മനസ്സിനെയും വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും മോളെ എന്ന് ലയ്യെടുത്ത് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. കണ്ടില്ലേ, അയാൾക്ക് എപ്പോഴും അഷിതേനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടിട്ടാണ് അവളുടെ ചേച്ചി അഷിതേനെ ഇയാളെ സപ്പോർട്ട് ചെയ്യണത് എന്നൊക്കെ ലയ പറയാണ്. അതേ മോള് പറഞ്ഞ സത്യമാണെന്ന് മനസ്സിനെയും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നാളെയും മറ്റന്നാളായിട്ട് കാണാൻ പോണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.